ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വലിയൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ നടത്തിയ ഈ നീക്കത്തിൽ ശ്വാസം മുട്ടുന്നത് നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ്. ഒരു വലിയ നീക്കമാണ്. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്തു? അഫ്ഗാനിസ്ഥാന്റെ കരമാർഗമുള്ള അതിർത്തികളെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പൊ ഇതിൽ വെട്ടിലായിരിക്കുന്നത് മധ്യ ഏഷ്യൻ രാജ്യങ്ങളാണ്. ഏത് മധ്യ ഏഷ്യൻ രാജ്യങ്ങളാണ്? പാകിസ്ഥാനുമായിട്ട് ചരക്ക് നീക്കമുള്ള അല്ലെങ്കിൽ വ്യാപാര ബന്ധമുള്ള മധ്യ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിൽ വെട്ടിലായിരിക്കുന്നത്. 4 ചുറ്റും കരയതിർത്തി മാത്രമുള്ള ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഈ 5 രാജ്യങ്ങൾ പാക് അഫ്ഗാൻ സംഘർഷത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായി. പാകിസ്ഥാനി തുറമുഖത്തേക്ക് ഈ രാജ്യങ്ങൾക്ക് എത്തണമെങ്കിൽ പുതിയ വഴി കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി. കാരണം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തികൾ അടച്ചിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി ഇനി പാകിസ്ഥാനിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി ചൈനീസ് റെയിൽപാത, ഒരു റെയിൽപാത വഴി പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷേ ഈ റെയിൽപാത പണിതിട്ടില്ല, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനി പണിത് പൂർത്തിയാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇത് പണിത് പൂർത്തിയാക്കിയാലും ഇതിന് ഭീമമായിട്ടുള്ള സാമ്പത്തിക ചെലവ് വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ചൈന വഴി ചരക്കെത്തിക്കുന്നത് സംബന്ധിച്ച കരാർ ഒപ്പുവെക്കാനുള്ള നടപടി ഇപ്പോൾ പാകിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഉടനെ എടുക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ചൈനയിലെ റെയിൽ സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാത വരുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള തുറമുഖങ്ങളെ ബന്ധിപ്പിക്കാനാണ് നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പുറത്തെ അറേബ്യൻ സീയിലേക്ക് കടക്കണമെങ്കിൽ ആ ഒരു ടച്ച് കിട്ടണമെങ്കിലും അഫ്ഗാനിസ്ഥാൻ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതൊരു കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ചരക്ക് നീക്കത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനകത്ത് സാധനങ്ങൾക്ക് വില കൂടും, പെട്രോളിനടക്കം വില കൂടുന്ന സാഹചര്യം ഉണ്ടാകും, ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ തന്നെ സാധനങ്ങൾക്ക് ഗംഭീര വിലയാണ്. പോരാത്തതിന് വൈദ്യുതി ഇല്ല. വൈദ്യുതി ഒരു ദിവസത്തിൽ 3-4 മണിക്കൂർ മാത്രമേ പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും വൈദ്യുതി ലഭ്യമാകുന്നുള്ളൂ. പോരാത്തതിന് അവിടെയുള്ള ഈ മാവിന്റെ വിലയൊക്കെ കുതിച്ചു പൊങ്ങി 3500-4000 രൂപയിലാണ് പോയി നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനിടയിൽ പെട്രോൾ പമ്പുകൾ പലതും അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കിട്ടാനില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ചില സുഡാപ്പികൾ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ പെട്രോളിന് 150 രൂപ കുറച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെട്രോൾ പമ്പില്ല, അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ. അതാണ് വേറൊരു കാര്യം. ആ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു കിടിലം പണി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു എന്താ പറയാ, ഇതൊരു ഇരുട്ടടിയായി പോയി പാകിസ്ഥാൻ. സത്യം പറഞ്ഞ ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇതിന്റെ പശ്ചാത്തലം? നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഇറാൻ റഷ്യ സംയുക്തമായ ഒരു അച്ചുതണ്ട് നീങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ അച്ചുതണ്ട് നീങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഇത് ചെയ്യുന്നത് അമേരിക്കയെ ചൊറിയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ അച്ചുതണ്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ ചിലത് ഇറാന് എതിരെയുള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ റഷ്യയുമായി എതിർപ്പുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ ചില രാജ്യങ്ങൾ കൂടി ഇതിനകത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു ആഗോളതലത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളുടെ ആംഗിളിൽ ഒരു വലിയ വ്യതിയാനം ഇത് വരുത്തി വെക്കുക തന്നെ ചെയ്യും. കാരണം ഇറാനെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ അവരുടെ ശത്രുവല്ല, മിത്രമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ഒപ്പം തന്നെ റഷ്യയുമായിട്ട് ഇപ്പോൾ അവർക്ക് ഒരു സൈനിക കരാറുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇറാനുമായി സൈനിക കരാർ ഉള്ള 2 രാജ്യങ്ങളാണ് അടുത്തടുത്ത് കിടക്കുന്നത്, ഇറാനും അഫ്ഗാനിസ്ഥാനും. അപ്പുറത്ത് റഷ്യയുമാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. അതായത് പതുക്കെ ഇവരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഭയക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കുകയാണ്. അതിന് കുറച്ച് ദിവസം മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ഇന്ത്യയുമായിട്ടൊരു കരാർ വെക്കാൻ അഫ്ഗാനിസ്ഥാൻ വന്നിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അടിക്കടി ഈ എന്താണ് അതിർത്തി അടയ്ക്കുന്നത് മൂലം ഈ അഫ്ഗാനിസ്ഥാനിൽ നിത്യോപയോഗ സാധനങ്ങൾ പോലും കിട്ടുന്നില്ല. അത്തരം സാഹചര്യം വരുന്നുണ്ട്. അതുമാത്രവുമല്ല, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ നമ്പിക്കൊണ്ട് ഇനി മുൻപോട്ട് പോവുക അസാധ്യമാണെന്ന് കരുതുന്നിടത്തു നിന്നാണ് അവർ ഇന്ത്യയുമായി ഇപ്പൊ നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ $100 മില്യൺ മാത്രമാണ്. അത് വർദ്ധിപ്പിക്കുക, കൂടുതൽ ഐറ്റംസ് അവിടെ ചെല്ലുക എന്നുള്ളതാണ്. കാരണം മരുന്നും ഭക്ഷ്യവസ്തുക്കളുമാണ് അവർക്ക് അനിവാര്യം. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മരുന്ന് വേണം, ഭക്ഷ്യവസ്തുക്കൾ വേണം. ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയെ സമീപിക്കുക. ഇന്ത്യയുമായി ഒരു കരാറിന് ഇപ്പോൾ ഉടനെ എനിക്ക് ഒപ്പിടും എന്നുള്ളതാണ്. തത്വത്തിൽ അത് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ പണി തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക്
നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം അഫ്ഗാനിസ്ഥാനെ വീർപ്പ് മുട്ടിക്കാൻ ഇല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന്റെ അതിർത്തി അടച്ചിടുകയും ഈ വ്യാപാര പാതകൾ അടച്ചിടുകയും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ അടച്ചിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനേക്കാളും ഡബിൾ എഫക്റ്റ് ആണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഇങ്ങോട്ടും വരുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ടും ചരക്കുകൾ കയറിപ്പോകാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ പിന്നെ ഈ രാജ്യങ്ങൾക്ക് സമീപിക്കാൻ വരുന്ന രാജ്യം ചൈനയായി. ഈ ധനുഷ് പറഞ്ഞ കണക്ക് അങ്ങനെ സമീപിച്ചാലും ഈ റെയിലും ഗതാഗതവും ഒക്കെ റെഡിയായി വരുമ്പോഴേക്കും വർഷങ്ങൾ എടുക്കും, വലിയ സാമ്പത്തിക ചെലവ് വരും. ചൈന ഒറ്റയ്ക്ക് ഈ ചെലവ് വഹിക്കില്ല. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും അത്രയും ചെലവ് വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ പൂട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഒരു ലോക്കിലേക്ക് പെടുകയും ചെയ്യുന്നു, അപ്പുറത്ത് ഈ ഒരു സഖ്യം മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നിൽക്കുന്നത്. ഇവിടെ ട്രംപ് ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ട്രംപിന് ഇടപെടാതിരിക്കാൻ കഴിയില്ല ഇതിനകത്ത്. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി. കാരണം പല സ്ഥലത്തും ഇത് ലോക്ക് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് ശ്രീ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നെതന്യാഹുവുമായിട്ട് ചർച്ച നടത്തുന്നത് സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ട്രംപ് പറഞ്ഞു, അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു ഗ്രൂപ്പ് ഗൗരവമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് വിവിധയിടങ്ങളിൽ യുദ്ധ സാധ്യത നിലനിൽക്കുന്നു, സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. അത് കൂടുതൽ പ്രശ്നമാകാതിരിക്കാൻ അമേരിക്ക ഉടൻ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നാണ് അവിടെ പൊതുവിൽ ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങളെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം, റഷ്യ ഉക്രൈൻ വാർ, ഇത് പൊട്ടുന്നതിനെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ ലോകം മറ്റു പലയിടത്തും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു, സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഇപ്പൊ നടക്കുന്ന സാധനം എങ്ങും സ്റ്റോപ്പ് ആയിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇറാൻ അമേരിക്ക വാർ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ എവിടെയെങ്കിലും അതിനൊക്കെ തടയിട്ടില്ലെങ്കിൽ, തടയിടുക എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ തടയിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റിടത്തോട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടയടി നടക്കും. നമ്മൾ പണ്ട് പറഞ്ഞത് കണക്ക് ഈ മറ്റേ കോമഡി സിനിമയിൽ കാണുന്ന കണക്ക് ഗ്രൂപ്പ് അടിയായിരിക്കും പിന്നെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക അങ്ങനെ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ കൂടുതൽ മുതിരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് യുദ്ധങ്ങൾ, റഷ്യ ഉക്രൈൻ വാറായാലും അവര് പറയുന്നത് അമേരിക്ക ഇറാൻ നല്ല ഒരു ഉപയോഗിക്കുന്ന വാക്ക്, ഇസ്രായേൽ ഇറാൻ എന്നുള്ള രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ വാർ നിർത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണം ഇതാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കാര്യം, ഇപ്പോൾ ഒരു മുന്നണി രൂപീകൃതമായി വരുന്നുണ്ട്. അതിന്റെ ഒരു പിക്ചറാണ് കാണുന്നത്. ആദ്യം ഒളിഞ്ഞിരുന്നത് പലതും ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. റഷ്യ പരസ്യമായി തന്നെ ഇറാന് പിന്തുണ കൊടുക്കുന്ന കാര്യം, ഇറാൻ പരസ്യമായി തന്നെ ഉക്രൈനെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാര്യം, ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഇന്നേ വരെ അഫ്ഗാനിസ്ഥാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഇത്രയും രാജ്യങ്ങളുടെ അതിർത്തി അടയ്ക്കുന്നത്. അതിനകത്തൊരു വലിയ ക്യൂരിയോസിറ്റി എല്ലായിടത്തും ഉണ്ട്. കാരണം അങ്ങനെ അടയ്ക്കേണ്ട ആവശ്യകത എന്താന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ അതിൽ വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് തന്നെയാണ് വരുന്നത്. പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു പണിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും അതിനെ. പക്ഷെ ഇത്രയും ഗൗരവതരമായിട്ട് അവരത് ചെയ്യാൻ മുതിരണമെന്നുണ്ടെങ്കിൽ അവരത് ഒറ്റയ്ക്കല്ല. മറ്റേ നരസിംഹം സിനിമയിൽ പറയുന്ന കണക്ക് അവർക്ക് പിന്നിൽ ആരോ ഒരുവനുണ്ട് എന്ന് നമ്മൾ ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെയാണ്. അതിന് പിന്നിൽ ആരോ ഒന്നുണ്ട്. അത് ഒരു പക്ഷെ റഷ്യ ആകാം, ഒരു പക്ഷെ ഇന്ത്യയുടെ പരോക്ഷമായിട്ടുള്ള ഒരു സന്ദേശമാകാം, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ആശീർവാദം ഉണ്ടാകാം. ഇനി ചൈന ഇതിലുണ്ടോ, ചൈന നമുക്ക് കുടിച്ചുള്ളതിൽ നമ്പാൻ പറ്റത്തില്ല, അങ്ങനെയാകാം. ഇനി പല 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 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഇറാന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ കഞ്ഞൂടി മുട്ടിയിരിക്കുന്ന അവസ്ഥയായി. ഇപ്പം ഇന്നലെ ട്രംപ് റഷ്യക്കെതിരെ വീണ്ടും ഉപരോധം പ്രഖ്യാപിച്ചു. റഷ്യക്കെതിരെ വീണ്ടും ഉപരോധം കൂടി ഇപ്പോഴത്തെ അവസ്ഥ പ്രഖ്യാപിച്ച റഷ്യ ആകെ പെട്ടുപോകും. ഇന്ത്യക്കെതിരെയും അത് ബാധിക്കും, ഇന്ത്യയും ബാധിക്കും താരിഫ് നയത്തിൽ. അപ്പോൾ ഒരുപക്ഷെ റഷ്യയുടെ സ്വാധീനത്താലായിരിക്കും ഈ അതിർത്തി പൂട്ടിയത്. കാരണം ഇതിൽ പല രാജ്യങ്ങളും അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിച്ച ഞങ്ങൾ പലരുടെയും കഞ്ഞൂടി മുട്ടിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാൻ പറ്റും. കാരണം വീണ്ടും ഇപ്പൊ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ ഉപരോധം പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് വലിയ ബാധകമാകും. അത് അവർക്ക് എണ്ണ വയ്ക്കാൻ പറ്റത്തില്ല, അവർ ഒരുപാട് തകർന്നു പോകും. നമുക്ക് ഈ എണ്ണ കിട്ടാത്തൊരു സാഹചര്യം വരും. ഇപ്പൊ ഹോർമുസ് വീണ്ടും 3 എണ്ണ ടാങ്കറുകൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ആ യുദ്ധം ഉടനെ തീരുമെന്ന് ഒരു ലക്ഷണം ഇപ്പൊ കാണിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് അഫ്ഗാന്റെ ഒരു കിടിലം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ആ സ്ട്രൈക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായി തന്നെ ഇതിനൊരു ഇടപെടലുകൾ ഉണ്ടാകും എന്ന് കരുതുന്നു. അതായത് നീണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം അതിർത്തി അടച്ച് എന്നും വിടാൻ കഴിയില്ല, തുടർന്ന് വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ വരും മണിക്കൂറുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.